ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാത്തൂന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂന് അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു, പിന്നെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നാത്തൂൻ വന്നപ്പോൾ നൂഡിൽസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വെജിറ്റബിൾസ് വേണ്ടത്. പിന്നെ ഉരുളൻകിഴങ്ങാണ് കേട്ടോ വേണ്ടത്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വല്ലാണ്ട് മുരിയണ്ട, ചെറുതായിട്ടൊന്ന് മുരിയിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ നൂഡിൽസ് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒട്ടാണ്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അങ്ങനെ നൂഡിൽസൊക്കെ വേവിച്ചിട്ട് ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. പിന്നെ അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കനും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ഉണ്ടാക്കണത് നാത്തൂനാണ് കണ്ടിട്ടുണ്ടാക്കണത്. അങ്ങനെ അതൊക്കെ വാടി കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഉരുളൻകിഴങ്ങില്ലേ അതും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ടുകൊടുത്തത് കാശ്മീരി ചില്ലിയാണ്, ഒരു കളറിന് വേണ്ടിയിട്ട്. എരി ഉണ്ടാവില്ല, എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേവിച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നൂഡിൽസിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ മസാലയിൽ ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു, സംഭവം മറന്നു പോയതാണ്. അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒരു ഓയിലി മയം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൊടുത്തിട്ട് പിന്നെ കളർ കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്തൊക്കെ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ.